ചാപ്റ്ററിൽ നാം പഠിക്കാൻ പോകുന്നത് വാസ് അല്ലെങ്കിൽ വേറിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. അതിനു മുൻപ് കഴിഞ്ഞ 2 ചാപ്റ്ററും ആവർത്തിച്ച് കാണുകയും വേണ്ടത്ര പരിശീലനം ചെയ്യേണ്ടതുമാണ്. കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പരിചയപ്പെട്ട പാഠ്യഭാഗങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിക്കുക. വാസ് അല്ലെങ്കിൽ വേറിന്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. നാം മുൻപ് പഠിച്ച ആം, ഈസ്, ആറിന്റെ അർത്ഥം ആകുന്നു എന്നാണല്ലോ. ആകുന്നു എന്നത് വർത്തമാനകാലവും ആയിരുന്നു എന്നത് ഭൂതകാലവുമാണല്ലോ. അതായത് ആം, ഇസ്, ആർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനും വാസ്, വേർ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലത്തിലെ കാര്യങ്ങളെ സൂചിപ്പിക്കാനുമാണ്. അതായത് അവൻ ഒരു ഡ്രൈവറാണ്. ഹീസ് എ ഡ്രൈവർ. ഇനി അവൻ ഒരു ഡ്രൈവർ ആയിരുന്നു എന്ന വാചകം ഉണ്ടാക്കുമ്പോഴാണ് വാസിന്റെ ഉപയോഗം വരുന്നത്. അതായത് ഇവിടെ ഈസിനു പകരം വാസ് ചേർക്കുമ്പോൾ ഭൂതകാലമായി മാറുന്നു. അവൻ ഡ്രൈവറായിരുന്നു. ഹി വാസ് എ ഡ്രൈവർ. ഈ ബോക്സ് ശ്രദ്ധിക്കൂ. ഇതിൽ സൂചിപ്പിച്ചതുപോലെ ഐ അഥവാ ഞാൻ, ഹി അഥവാ അവൻ, ഷീ അഥവാ അവൾ, സുഭാഷ് അഥവാ ഏതെങ്കിലും ഒരു നാമം എന്നിവയുടെ കൂടെ വോസും, ദേ അഥവാ അവർ, വി അഥവാ നാം, യു അഥവാ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നിവയുടെ കൂടെ വേറുമാണ് ചേർക്കേണ്ടത്. അതായത് വോസ് വേർ ചേർക്കുമ്പോൾ ആയിരുന്നു എന്ന അർത്ഥം വരുന്നു. ചില ഉദാഹരണങ്ങൾ കൂടി നോക്കാം. അവൻ അവിടെ ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഈ വാചകമാണ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടത്. അവിടെ ദേർ, ഇന്നലെ എസ്റ്റർഡേ. ഹി വാസ് നോട്ട് ദേർ എസ്റ്റർഡേ. അവൻ അവിടെ ഇന്നലെ ഉണ്ടായിരുന്നില്ല. എന്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. മൈ ഫാദർ വാസ് എ ടീച്ചർ. നീ ഇന്നലെ വളരെ സന്തോഷവാനായിരുന്നു. യു വർ വെരി ഹാപ്പി യെസ്റ്റർഡേ. അവൾ എന്റെ അയൽക്കാരിയായിരുന്നു. ഷീ വാസ് മൈ നെയ്ബർ. ഞങ്ങൾ 2 വർഷം മുമ്പ് സുഹൃത്തുക്കളായിരുന്നു. വി ആർ ഫ്രണ്ട്സ് ബിഫോർ 2 years. അവർ എന്റെ വിദ്യാർത്ഥികളായിരുന്നു. They were my students. യു വെർ ദേർ എസ്റ്റർഡേ എന്നത് നീ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു എന്നതാണെന്ന് നമുക്കറിയാം. ഇതേ വാചകം ചോദ്യരൂപത്തിലാക്കാൻ നാം മുൻ ചാപ്റ്ററിൽ പഠിച്ച പാഠം ഉപയോഗിച്ചാൽ മതി. അതായത് വോസ് വേർ തുടക്കത്തിൽ ചേർക്കുക. യു വെർ ദേർ എസ്റ്റർഡേ, നീ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. വേർ യു ദേർ എസ്റ്റർഡേ, നീ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നോ? ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കൂ. മനോജ്, were you at home yesterday? മനോജ്, നിങ്ങൾ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നോ? Yes, I was at my home yesterday. അതെ, ഞാൻ ഇന്നലെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. Alex, was Remit with you? അലക്സ്, രമിത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ? No, he was very busy. ഇല്ല, അവൻ വളരെ തിരക്കിലായിരുന്നു. What were you doing that time? ആ സമയം നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? I was playing cricket. ഞാൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. Was everybody watching TV at that time? എല്ലാവരും ആ സമയം TV കാണുകയായിരുന്നോ? No, my brother was reading. അല്ല, എന്റെ സഹോദരൻ വായനയിലായിരുന്നു. Was everybody happy? എല്ലാവരും സന്തോഷവാന്മാരായിരുന്നോ? Yes, everybody was happy. അതെ, എല്ലാവരും സന്തുഷ്ടരായിരുന്നു. What was your parents' reaction? നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രതികരണം എന്തായിരുന്നു? They congratulated me. അവർ എന്നെ അഭിനന്ദിച്ചു. Who was there to help you? ആരാണ് അവിടെ നിങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നത്? I had lots of friends there. എനിക്കവിടെ ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. Where were you on Friday? വെള്ളിയാഴ്ച നീ എവിടെയായിരുന്നു? I was at the playground. ഞാൻ പ്ലേഗ്രൗണ്ടിലായിരുന്നു. Remit, was he a teacher? രമിത്,
അയാൾ ഒരു അധ്യാപകനായിരുന്നോ? No, he was a bank employee. അല്ല, അദ്ദേഹം ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. Manoj, were they classmates of Raghu? മനോജ്, അവർ രഘുവിന്റെ സഹപാഠികളായിരുന്നു. No, they were my classmates. അല്ല, അവർ എൻ്റെ സഹപാഠികളായിരുന്നു.